so let's continue with the RTP discussion on income tax. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ അവരോട് പറയാനുള്ളത് നമ്മൾ ഓൾറെഡി നമ്മളുടെ ഇതിൻ്റെ പാർട്ട് 1 അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ GSTൻ്റെ RTP അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ചാനലുണ്ട്, എവ്രി വൺ ഷാൾ ചെക്ക് ദാറ്റ്. അതിനുശേഷം മാത്രം ഇത് കാണാം. അപ്പോൾ നമ്മൾ 8ാമത്തെ ക്വസ്റ്റ്യൻ വരെ ചെയ്തിട്ടുണ്ടായിരുന്നു. നൗ വി ആർ ഇൻ 9th ക്വസ്റ്റ്യൻ. അപ്പോൾ ഫസ്റ്റ് പറയുകയാണ്, ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻഡിപെൻഡൻറ്റ് സിറ്റുവേഷൻ യു ആർ റിക്വയർഡ് ടു എക്സാമിൻ വെദർ ദീസ് പേഴ്സൺസ് ആർ റിക്വയർഡ് ടു ഫയൽ ദെയർ ഇൻകം ടാക്സ് റിട്ടേൺ. അല്ലേ? അപ്പോൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണോ ചെയ്യേണ്ടത് എന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട തിയറി നമ്മൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇഫ് യു സി ഇൻകം ടാക്സ് റിട്ടേൺ ആരൊക്കെ ഫയൽ ചെയ്യേണ്ടത്? ഒന്ന് കമ്പനി ആൻഡ് പാർട്ട്ണർഷിപ്പ് ഫേം. അപ്പോൾ 139(1) പറയാണ് ആരാണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്? കമ്പനി ആൻഡ് പാർട്ട്ണർഷിപ്പ് ഫേം. രണ്ടാമത് ഒരു RORന് ഔട്ട്സൈഡ് ഇന്ത്യയിൽ അസറ്റ് ഉണ്ടെങ്കിൽ അവർ ഫയൽ ചെയ്യണം. പിന്നെ ഹൈ വാല്യൂ ട്രാൻസാക്ഷൻ. പിന്നെ അതേഴ്സ് എപ്പോഴാണ്? അവരുടെ ഇൻകം ടാക്സ് നമ്മുടെ ബേസിക് എക്സംഷൻ ലിമിറ്റിൻ്റെ മുകളിൽ പോയാൽ മാത്രം മതി. ഈ ബേസിക് എക്സംഷൻ ലിമിറ്റിൻ്റെ മുകളിൽ എന്ത് പോവുകയാണെങ്കിൽ ടോട്ടൽ ഇൻകം ബിഫോർ ചാപ്റ്റർ 6A ആൻഡ് ബിഫോർ 54 to 54F. ഓക്കെ, എന്താണ് ഈ ഹൈ വാല്യൂ ട്രാൻസാക്ഷൻ? എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെയാണ് ഹൈ വാല്യൂ ട്രാൻസാക്ഷൻ. അപ്പോൾ നമുക്ക് നോക്കാം, ഓരോ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് നമുക്കതിൽ ഉണ്ടോ നോക്കാം അല്ലേ? അപ്പോൾ നമുക്ക് ഓക്കെ, ഫസ്റ്റ് വൺ, the turnover of Mr. Ashish business income 65 lakh. ഓക്കെ, എന്താണ് ടേൺ ഓവർ? 65 lakh ആണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും കുറേ ഇതിൽ പറയുന്നുണ്ട്, ഒരാളുടെ എനി പേഴ്സൺസ് എവിടെയായിരുന്നു എനി പേഴ്സൺ ക്യാരിയിങ് ബിസിനസ്, അയാളുടെ ടേൺ ഓവർ എത്ര കൂടുകയാണ്? 60 lakhൽ കൂടുകയാണെങ്കിൽ ഇവിടെ എത്രയാണ് വരുവാൻ? 65 lakh ആണ് അല്ലേ? അപ്പോൾ ഇഫ് എൻ ഇൻഡിവിജ്വൽ ടോട്ടൽ സെയിൽസ് ഇൻ കേസ് ഓഫ് മേ ബി exceed 50 lakh during the financial year would be required to return file if the total income does not exceed basic exemption limit. അപ്പോൾ since the Ashish turnover from the business is 65 lakh for the previous year, he is required to file the return of income for the assessment 2024. അപ്പോൾ എന്ത് ചെയ്യണം? അയാൾ നിർബന്ധമായിട്ട് റിട്ടേൺ ഫയൽ ചെയ്യണം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് വൺ എന്തായിരുന്നു? മിസ്റ്റർ Subhash has incurred a total expenditure of 90,000 towards consumption of electricity. അപ്പോൾ ഇതിൽ പറയുന്നുണ്ട് ആളുടെ എന്താ പറയുക, ഇലക്ട്രിസിറ്റി കൺസംഷൻ എവിടെയായിരുന്നു? ഇലക്ട്രിസിറ്റി കൺസംഷൻ എവിടെയായിരുന്നു? 1 lakhൻ്റെ മുകളിലാണെങ്കിൽ മാത്രം നമ്മൾ ഇതാക്കിയാൽ മതി അല്ലേ? ഇപ്പോൾ 90,000 ആണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ആൾ ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ? അപ്പോൾ എക്സീഡ് 1 lakh. ഓക്കെ, സിൻസ് ഡസ് നോട്ട് ഹാവ് ടോട്ടൽ 1 lakhന് മുകളിൽ ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഈസ് നോട്ട് റിക്വയർഡ് ടു ഫയൽ റിട്ടേൺ ഓഫ് ഇൻകം. പിന്നെ അതുപോലെ തന്നെ മിസ്റ്റർ ദീപക് ഹാവിംഗ് സേവിങ്സ് അക്കൗണ്ട് ഇൻ SBI and HDFC and current account in Axis Bank opening balances 20 lakhs and 10 lakh and 30 lakh respectively. He deposited 40 lakh in the SBI account and 25 lakh in the HDFC account 75 lakh. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ തിയറി ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഒരാൾ എന്ത് ചെയ്യാം, ഡെപ്പോസിറ്റഡ് എക്സീഡിങ് ഉണ്ടോ 1 crore വിത്ത് കറണ്ട് അക്കൗണ്ട്, അല്ലെങ്കിൽ സേവിങ്സ് അക്കൗണ്ട് എന്ത് ചെയ്യാം, ഡെപ്പോസിറ്റ് എന്ത് ചെയ്യാം 50 lakhൻ്റെ മുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഈ സിറ്റുവേഷനിൽ ആൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈവൻ ദ ടോട്ടൽ ഇൻകം ഓഫ് ദ ഇൻഡിവിജ്വൽ ഇസ് നോട്ട് എക്സീഡ്. ഓക്കെ, അപ്പോൾ ഇൻ ദിസ് കേസ് ഇസ് ഡെപ്പോസിറ്റ് ഓൺലി 75 lakhs ഇൻ ദ കറണ്ട് അക്കൗണ്ട് അല്ലേ? കാരണം നോക്കുക നിങ്ങൾ എത്രയാണ്, 75 lakh അല്ലേ? 75 lakh ഇൻ ദ ആക്സിസ് ബാങ്ക് എന്തായിരുന്നു? കറണ്ട് അക്കൗണ്ട് ആണല്ലേ? കറണ്ട് അക്കൗണ്ട് 75. ഓപ്പണിങ് നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഡെപ്പോസിറ്റ് നോക്കിയാൽ മതി. അതുപോലെ തന്നെ അയാൾ പിന്നെ ആൻഡ് സേവിങ്സ് അക്കൗണ്ട് 40 lakh ആണ്. 40 lakh പ്ലസ് 25 രണ്ടെണ്ണുണ്ട് അല്ലേ? ഓക്കെ, ഞാൻ എവിടെയായിരുന്നു? ആൾ ഓപ്പണിങ് തന്നിട്ടുണ്ട്. ഡെപ്പോസിറ്റ് 40 lakh ഇൻ SBI 25 lakh ഇൻ HDFC. അപ്പോൾ 65 ഉണ്ട് അല്ലേ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുകളിൽ വരുന്നുണ്ട്. അപ്പോൾ 50 lakhന് മുകളിൽ വരുന്നുണ്ട്. അതുകൊണ്ട് റിട്ടേൺ ഫയൽ ചെയ്യണം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അടുത്തത്, മിസ്റ്റർ കുമാർ ഏജ്ഡ് 50 years ഹാസ് വിഡ്രോൺ ക്യാഷ് ഓഫ് 1,20,000 ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ 2023-24 ഫ്രം ഹിസ് സേവിങ്സ് അക്കൗണ്ട്. മിസ്റ്റർ റെഗുലർലി ഫയൽഡ് റിട്ടേൺ ഓഫ് ഇൻകം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരാൾ റിട്ടേൺ ഫയൽ ചെയ്യുകയാണെങ്കിൽ ഇതിപ്പോൾ 194N ആണ് ടെസ്റ്റ്, 194N TDS. അപ്പോൾ നമുക്കറിയാം അവർക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, 1 crore വരെ എന്ത് ചെയ്യേണ്ട ആവശ്യം, TDS കട്ട് ചെയ്യേണ്ട ആവശ്യം. അതിൻ്റെ മുകളിലാണെങ്കിൽ TDS കട്ട് ചെയ്യണം അല്ലേ? അപ്പോൾ ഇവർ പറഞ്ഞത് ഇഫ് എൻ ഇൻഡിവിജ്വൽ ഹാസ് അഗ്രിഗേറ്റ് TDS TCS ക്രെഡിറ്റ് ഓഫ് 25,000 ഓർ മോർ. അപ്പോൾ നമ്മൾ തിയറി നോക്കുകയാണെങ്കിൽ ആൾക്ക് എന്ത് ചെയ്യണം, ഒരാൾക്ക് 25,000 മുകളിൽ TDSൻ്റെ എമൗണ്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, റിട്ടേൺ ഫയൽ ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മളുടെ 194, ഇതിൽ നിങ്ങൾ 194N പഠിക്കണ്ടോ? 194N ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ടെസ്റ്റ് ചെയ്യേണ്ടത്. ഞാൻ എൻ്റെ എന്തൊരു സമ്മറി കാണിച്ചു തരാം. അതായത് നിങ്ങൾ TDS സെക്ഷൻ എടുക്കാം. TDSൻ്റെ സെക്ഷനിലേക്ക് വരികയാണെങ്കിൽ ഇഫ് യു ടേക്ക് ദ TDS സെക്ഷൻ, TDS എവിടെയാണ്? TDS എവിടെയാണ്?
ഓക്കെ ടി ഡി എസ്. അപ്പോൾ അതിൽ യു ക്യാൻ സി 194N 194N അല്ലേ. 194Nൽ പറയുന്നുണ്ട് ഒരാൾ ITR ഫയൽ ചെയ്തിട്ടുള്ള ഒരാളാണ്, കഴിഞ്ഞ 3 വർഷം ഏതെങ്കിലും ഒരു വർഷം ITR ഫയൽ ചെയ്ത ഒരാളാണെങ്കിൽ 1 കോടി വരെ വിഡ്രോ ചെയ്യാൻ TDS വേണ്ട. അതിന് മുകളിലാണ് 2% TDS വേണം. അതാണ് നമ്മൾ പഠിച്ചത് അല്ലേ. ഇനി നമ്മൾ ഇവിടെ അപ്പോൾ 2% TDS വേണം. ഇനി ഇവിടെ പറയുന്നുണ്ട് ഒരാളുടെ കേസിൽ 25,000 മുകളിൽ TDS ഉണ്ടെങ്കിൽ, 25,000 മുകളിൽ TDS ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, അയാൾ റിട്ടേൺ ഫയൽ ചെയ്യണം. അപ്പോൾ നമ്മുടെ കേസിൽ 1,20,00,000 വിഡ്രോ ചെയ്തു എന്ന് വെച്ചാൽ 1 കോടിക്ക് TDS ഇല്ല, പക്ഷേ ആ 20 ലക്ഷത്തിന് 2% TDS വരും. എന്ന് വെച്ചാൽ 40,000 TDS വരും. 40,000 എന്ന് പറയുമ്പോൾ ഏതിന് മുകളിലാണ്, എന്താണ് 25,000 മുകളിലാണ് അല്ലേ. അപ്പോൾ 25,000 മുകളിൽ TDS വന്ന കാരണം 25,000 മുകളിൽ TDS വന്ന കാരണം എന്ത് ചെയ്യണം, അയാൾ നിർബന്ധമായിട്ട് റിട്ടേൺ ഫയൽ ചെയ്യണം. അത്രേ ഉള്ളൂ. 10ാമത്തെ ക്വസ്റ്റ്യൻ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. Mr. Anand, a resident in Indian aged 45 years, has provided the following information for the previous year ended 31/3/2024. അപ്പോൾ ഒന്നാമത്തെ കേസിൽ he owns a industrial undertaking in a SEZ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. പിന്നെ ആൾ കുറേ ഇക്വിറ്റി ഷെയർസ് വിറ്റിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഹി മെയ്ഡ് പേയ്മെൻറ്റ് ടുവാർഡ്സ് മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക റോയാലിറ്റി കിട്ടിയിട്ടുണ്ട്, ബുക്സിൻ്റെ റോയാലിറ്റി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഹി റിസീവ്ഡ് ഇൻകം ടാക്സ് റീഫണ്ട് ഉണ്ട്, അതിൽ ഇൻട്രസ്റ്റ് എമൗണ്ട് ഉണ്ട്. ഓക്കെ, പിന്നെ ഹി ഓക്കുപ്പൈസ് ഗ്രൗണ്ട് ഫ്ലോർ ഓഫ് ഹിസ് റെസിഡൻഷ്യൽ ബിൽഡിംഗ്, അങ്ങനെ കുറേ സംഭവമുണ്ട്. മിസ്റ്റർ ആനന്ദ് ഡെപ്പോസിറ്റഡ് ഇൻ PPF. ഓക്കെ, and now you are required to compute the total income and tax liability of Mr. Anand under 115 BAC as well as നോർമൽ പ്രൊവിഷൻ. അപ്പോൾ നമുക്ക് 115 BAC നേരത്തെ ഒരു തവണ കാണിച്ചതാണ്. എന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പെട്ടെന്ന് ഓടിച്ചു നോക്കാം എന്തൊക്കെയാണ് 115 BACൻ്റെ കേസ്, പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ 115 BACയിലേക്ക് വരുന്ന സമയത്ത് യു ക്യാൻ സി എന്തൊക്കെ നമുക്ക് എടുക്കാൻ പറ്റില്ല. ഞാനതിൻ്റെ 115 ഞാൻ നമ്മുടെ ബുക്കിൽ തന്നെ ഇതിൻ്റെ കമ്പാരിറ്റീവ് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ ഇതൊക്കെ വളരെ സിമ്പിളായിരിക്കും. അപ്പോൾ 115 BACയിൽ നമുക്ക് പിന്നെ നമുക്ക് LTs എടുക്കാൻ പറ്റില്ല, HR എടുക്കാൻ പറ്റില്ല, സ്പെഷ്യൽ അലവൻസ് കിട്ടില്ല, എക്സെപ്റ്റ് ചില ഐറ്റംസ് കിട്ടും. പിന്നെ ഡെയിലി അലവൻസ് കിട്ടില്ല, ക്ലബിങ്ങിൻ്റെ കിട്ടില്ല, സെസ് കിട്ടൂല കേട്ടോ, സെസ് കിട്ടൂല. പിന്നെ സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടിൻ്റെ ഇൻട്രസ്റ്റ് കിട്ടൂല, പിന്നെ അഡീഷണൽ ഡിപ്രീഷൻ കിട്ടൂല, പിന്നെ അങ്ങനെ 80C to 80 ഒന്നും കിട്ടില്ല. എക്സെപ്റ്റ് നമുക്ക് ആകെ കിട്ടുക 80CC2 80CH2 80GH ഇത് മാത്രമേ കിട്ടുള്ളൂ. ഞാൻ പറഞ്ഞ HP ലോസ് മറ്റൊരു ഹെഡുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. ഇത്രയും പ്രശ്നങ്ങളുണ്ട് ഒരു 115 BAC ചൂസ് ചെയ്താൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റ്യൻ നമുക്ക് ആദ്യം 115 BAC വെച്ച് ചെയ്യാം. ഓക്കെ, 115 BAC വെച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ 115 BAC വെച്ച് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് വൺ നമ്മൾ ഇൻകം ഫ്രം HP ആണ് അല്ലേ, കാരണം അതൊക്കെ PGBP ആണ്, മറ്റേത് ക്യാപിറ്റൽ ഗെയിൻ ആണ്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഇൻകം ഫ്രം HP നോക്കാം. അപ്പോൾ ഇൻകം ഫ്രം HP നോക്ക് നിങ്ങൾ എവിടെയാണോ, ഹി ഓക്കുപ്പൈസ് ദി ഗ്രൗണ്ട് ഫ്ലോർ. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോർ ആണ്. ഓക്കെ, ഞാനതിൽ ഇതൊക്കെ മാറ്റാം. ഓക്കെ, ലെറ്റ്സ് സീ. അപ്പോൾ നമുക്ക് എടുത്ത് മാത്രം ടെക്ക് ചെയ്യാം. ഹി ഓക്കുപ്പൈസ് എ ഗ്രൗണ്ട് ഫ്ലോർ ഓഫ് ദ റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആൻഡ് ഡസ് ലെറ്റ് ഔട്ട് ദ ഫസ്റ്റ് ഫ്ലോർ. ഓക്കെ, അപ്പോൾ ലെറ്റ് ഔട്ട് ചെയ്യുന്നത് 15,000 പെർ മന്ത് ആണ്. എസ് പെയ്ഡ് മുനിസിപ്പൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 15,000 × 12 കംസ് ടു മച്ച് എവരി 1,80,000 അല്ലേ. അപ്പോൾ 1,80,000 അത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മുനിസിപ്പൽ ടാക്സ് 30,000 കുറയ്ക്കാം. പക്ഷേ ഈ 30,000 ഫുള്ള് മുനിസിപ്പൽ ടാക്സ് ആണ്, അതിൻ്റെ പകുതി മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 15,000 മാത്രമേ കുറയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് NAV കിട്ടി. അത് എന്ത് ചെയ്യുക, സ്റ്റാൻഡ് ആക്ഷൻ കുറയ്ക്കാം. പിന്നെ അതിൽ ലോൺ ഉണ്ട്, 50 lakh ഉണ്ട്. ആൻഡ് ആസ് റീപെയ്ഡ് 2,05,000 ഇൻക്ലൂഡിങ് ഇൻട്രസ്റ്റ് ഡ്യൂറിങ് ദ ഇയർ 2000. ഓക്കെ, അപ്പോൾ അതിൽ 1 lakh ആണ് എന്തുള്ളത്, ഇൻട്രസ്റ്റ്. ഓക്കെ, പിന്നെ പ്രിൻസിപ്പൽ എമൗണ്ട് നമുക്ക് 80C പ്രകാരം കിട്ടും. 1 lakh ആണ് നമുക്ക് എന്ത് കിട്ടുക, ഇവിടെ കിട്ടുക. പക്ഷെ അത് നമുക്കറിയാം ലെറ്റ് ഔട്ട് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് 50,000 മാത്രം എടുക്കാൻ പറ്റുള്ളൂ, 50% മാത്രം എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇൻകം അണ്ടർ HP ലെറ്റ് ഔട്ട് കിട്ടി. പിന്നെ സെൽഫ് ഓക്കുപ്പേഷൻ്റെ ആകെ നമുക്ക് സെൽഫ് ഓക്കുപ്പേഷനിൽ കുറയ്ക്കാൻ പറ്റിയ ഇൻട്രസ്റ്റ് മാത്രമാണ്. പക്ഷേ 115 BAC ആണ്, നമുക്കത് കുറയ്ക്കാൻ പറ്റില്ല, അതുകൊണ്ട് അത് എടുക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ എന്താ പറയുക, നമുക്ക് ഈ 65,500 നമ്മുടെ പ്രോഫിറ്റായിട്ട് മാറും. വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല അല്ലേ. അപ്പോൾ HP കഴിഞ്ഞു, HPൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഫുള്ള് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, PGBPയിൽ നമുക്കറിയാം സെസ്സിൻ്റെ ആണ് അല്ലേ. സെസ്സിൻ്റെ ഡിഡക്ഷൻ നമുക്ക് ചാപ്റ്റർ 6ൻ്റെ കൂടെയാണ് ക്ലെയിം ചെയ്യാൻ പറ്റുക. പക്ഷേ ഇത് 10 ആയതുകൊണ്ട് നമുക്ക് ഡിഡക്ഷൻ കിട്ടില്ല, നമ്മൾ വെറും പ്രോഫിറ്റ് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ പറയുന്നത് ഈ ഓൺസ് സെസ് ആൻഡ് വിച്ച് ഇസ് കമൻസ്ഡ് ഓപ്പറേഷൻ 1920, ടോട്ടൽ ടേൺ ഓവർ 200 lakh, എക്സ്പോർട്ട് ടേൺ ഓവർ തന്നിട്ടുണ്ട്. ആൻഡ് എന്താ പറയുക, ദിസ് ഇൻഡസ്ട്രി ഫുൾഫിൽ ഓൾ ദ കണ്ടീഷൻ, പ്രോഫിറ്റ് 35 lakh. അപ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്താൽ മതി, 115 BAC ആയതുകൊണ്ട് 35 lakh നേരിട്ട് ആഡ് ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ. 35 lakh നമ്മൾ നേരിട്ട് ആഡ് ചെയ്ത് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നോ ഡിഡക്ഷൻ, നത്തിങ്. പിന്നെ നമുക്കുള്ളത് ക്യാപിറ്റൽ ഗെയിൻ ആണ്. ക്യാപിറ്റൽ ഗെയിൻ്റെ കേസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ
മിസ്റ്റർ ആൻഡ് സോൾഡ് ഇക്വിറ്റി ഷെയർസ്. ഓക്കെ, അപ്പോൾ 2 ഇക്വിറ്റി ഷെയർസ് ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും എന്താണ്, എന്താ പറയുക, STT പെയ്ഡ് ആണ് കേട്ടോ. STT പെയ്ഡ് മീൻസ് എന്താണ്, ലിസ്റ്റഡ് ആണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ലിസ്റ്റഡ് ആണെങ്കിൽ നമ്മൾ 2 കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒന്ന് ശ്രദ്ധിക്കാം, ഞാൻ അതിൻ്റെ തിയറി ആദ്യം കാണിച്ചു തരാം. ലിസ്റ്റഡ് ആണ്, നമുക്ക് ആദ്യം അതിൻ്റെ പെർസെൻറ്റേജ് അറിയണം. ഫസ്റ്റ് ഓഫ് ഓൾ അതിൻ്റെ പെർസെൻറ്റേജ് അറിയണം. അപ്പോൾ പെർസെൻറ്റേജ് ഞാൻ ഫസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ലിസ്റ്റഡ് ലോങ് ടേം ആണ് അല്ലേ. ദിസ് ഇസ് ലോങ് ടേം, അല്ലെങ്കിൽ ഷോർട്ട് ടേം ആണെങ്കിൽ ലിസ്റ്റഡ് ആണെങ്കിൽ നമുക്കറിയാം 15% ആണ്. ഇനി ലോങ് ടേം ആണെങ്കിൽ ലിസ്റ്റഡ് 112A പ്രകാരം അപ് ടു 1 lakh ടാക്സ് ഇല്ല, മോർ ദാൻ 1 lakh ആണെങ്കിൽ 10%. ഇതാണ് നമ്മൾ ടാക്സിൻ്റെ പെർസെൻറ്റേജ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഷോർട്ട് ടേം ആണെങ്കിൽ 111A പ്രകാരം 15% ആണ്. ലോങ് ടേം ലിസ്റ്റഡ് ആണെങ്കിൽ 112A പ്രകാരം അപ് ടു 1 lakh നോ ടാക്സ്, മോർ ദാൻ 1 lakh ആണെങ്കിൽ 10%. ഓൾ ഓഫ് us know that. ഇനി നമ്മൾ വേറെ കാര്യം കൂടെ ഇതിൽ പഠിക്കേണ്ടത് വെച്ചാൽ, ഈ 112A എന്ന് വെച്ചാൽ ലോങ് ടേമിൻ്റെ കേസിൽ നമുക്കൊരു സ്പെഷ്യൽ കമ്പ്യൂട്ടേഷൻ വരുന്നുണ്ട്. അതുകൊണ്ട് പറയാം. അതായത് ഇഫ് യു ടേക്ക് ദിസ് വെർ ഇസ് ദാറ്റ്. ഓക്കെ, നമ്മളുടെ 112A കേസിൽ നമ്മൾ കോസ്റ്റ് എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യുന്നത് വെച്ചാൽ, ഹയർ, അതായത് 2018 മുമ്പ് വാങ്ങിയ ഒരു ലിസ്റ്റഡ് ഷെയർ ആണെങ്കിൽ, എന്നിട്ട് 2018 ശേഷം വിൽക്കുകയാണെങ്കിൽ, കോസ്റ്റ് വിൽ ബി കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഓർ ലോവർ ഓഫ് ഫെയർ മാർക്കറ്റ് വാല്യൂ ഓൺ 31/1/2018 ഓർ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ, വിച്ച് ഇതിൻ്റെ ലോവർ എടുക്കുക, ആ ലോവറും കോസ്റ്റും എടുക്കുക, അതിൽ വിച്ചവർ ഹയർ എടുക്കുക. ഇങ്ങനെയാണ് കോസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യുക. അതിൻ്റെ എക്സാമ്പിളൊക്കെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ സാം ലിമിറ്റഡിൻ്റെ ഷെയർ ആണ്, സെയിൽ വാല്യൂ 150 ആണ്. അപ്പോൾ നമ്മൾ സെയിൽ വാല്യൂ എത്ര ഷെയർ ആണ്, 2000 ആണ്. അപ്പോൾ സെയിൽ വാല്യൂ 2000 ഇൻറ്റു 150 അല്ലേ. അപ്പോൾ എന്താണ്, 3 lakh ആണ്. പിന്നെ ഇതെന്നാ അക്വയർ ചെയ്തത്, 2 February 2020. അപ്പോൾ 2018 ശേഷമാണ്. അപ്പോൾ നമ്മൾ അങ്ങനെയൊന്നും ചെയ്യേണ്ട, ഡയറക്റ്റ്ലി ചെയ്താൽ മതി. മാത്രമല്ല, 1 second, സോറി. മാത്രമല്ല, ഇത് ലോങ് ടേം അല്ല, ഷോർട്ട് ടേം ആണ് അല്ലേ. ഷോർട്ട് ടേം ആണ്. അപ്പോൾ ഡയറക്റ്റ്ലി നമ്മൾ എന്ത് ചെയ്യാം, 3 lakh ആണ് സെയിൽ വാല്യൂ. അത് നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കുറയ്ക്കാം അല്ലേ. അപ്പോൾ എത്രയാണ്, 3 lakh. അതിൻ്റെ ബ്രോക്കറേജ് എന്താണ്, 3 lakhൻ്റെ 0.1%. അപ്പോൾ നെറ്റ് സെയിൽ കൺസിഡറേഷൻ അതെന്ത് ചെയ്യാം, കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. എത്ര കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എത്ര വരിക, കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഹൗ മച്ച് എവരി വൺ, 120 അല്ലേ. 120 ആണ്. 120 ഇൻറ്റു 2000 എത്രയാണ്, 120 ഇൻറ്റു 2000 കംസ് ടു 240,000 അല്ലേ. 240,000 ഡയറക്റ്റ്ലി ചെയ്യാം, നോ കൺഫ്യൂഷൻ, നത്തിങ്. ഇനി ഇതിൻ്റെ കേസിലാണ് പ്രശ്നം. ഇതിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, CII നമുക്ക് എടുക്കാൻ പറ്റുമോ, അത് ഞാനൊരു തിയറി കാണിച്ചു തരാം. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇൻഡെക്സേഷൻ്റെ കേസ്, 112A നമുക്ക് എന്ത് കിട്ടില്ല, ഇൻഡെക്സേഷൻ കിട്ടില്ല. 112A ഇൻഡെക്സേഷൻ കിട്ടില്ല. ഓക്കെ, 112A ഇൻഡെക്സേഷൻ കിട്ടില്ല. ദാറ്റ് ഈസ് എ വൺ തിങ് യു ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ്. 112A എന്ത് കിട്ടില്ല, ഇൻഡെക്സേഷൻ കിട്ടില്ല. അപ്പോൾ നമുക്ക് ഇത് വെറുതെ തന്നാണ്, എടുക്കാൻ പാടില്ല. അപ്പോൾ ഇത് നോക്കി നിങ്ങൾ, രണ്ടാമത്തെ ജാം ലിമിറ്റഡിൻ്റെ കേസിൽ എന്ന് വാങ്ങിയതാണ്, 2017 വാങ്ങിയതാണ്, വിച്ച് ഇസ് ബിഫോർ 2018. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കമ്പ്യൂട്ടേഷൻ നോക്കണം. എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യാൻ നമുക്ക് നോക്കാം. സെയിൽ വാല്യൂ എത്രയാണ്, 100 ഇൻറ്റു എത്ര നമ്പർ ഓഫ് ഷെയർസ്, 1250 അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം, ശ്രദ്ധിക്കാം. അപ്പോൾ 100 ഇൻറ്റു 1250. ഓക്കെ, 1 second. ഓക്കെ സെയിൽ, അപ്പോൾ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ഇൻറ്റു 100 ഇൻറ്റു 1250 എത്ര വരും, 100 ഇൻറ്റു 1250 വരും 1,25,000 മൈനസ് കോസ്റ്റ്. ഈ കോസ്റ്റ് എങ്ങനെ കണ്ടെത്താന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ആക്ച്വൽ കോസ്റ്റ് എത്രയാണ് നമുക്ക് നോക്കാം. ആക്ച്വൽ കോസ്റ്റ് എത്രയാണ് വരുവാണ്, 72 രൂപ വാങ്ങിയത് അല്ലേ. 72 ഇൻറ്റു 1250 വരിക 90,000. ഓക്കെ, അപ്പോൾ 90,000 ആക്ച്വൽ കോസ്റ്റ് 90,000. ഇനി രണ്ടാമത് ലോവർ ഓഫ് ഏതെടുക്കാം, ഒന്നെങ്കിൽ FMV. എന്നത്തെ FMV 31/1/2018 FMV അതെത്രയാണ്, 50 ആണ് അല്ലേ. അപ്പോൾ 50 ഇൻറ്റു 1250 സീക്വൾ എത്രയാണ്, 62,500. ഓക്കെ, 62,500. ഓക്കെ, അല്ലെങ്കിൽ സെയിൽ വാല്യൂ നമുക്കറിയാം 1,25,000. ഇതിൽ ലോവർ എടുക്കുക, ലോവർ ചെയ്താൽ 62,500 അല്ലേ. 62,500. ഈ 62,500 ആക്ച്വൽ കോസ്റ്റ് നമ്മൾ കമ്പയർ ചെയ്യുക, വിച്ച് എവർ ഈസ് ഹയർ, അതാണ് നമ്മളുടെ
കോസ്റ്റ് എടുക്കുക. അപ്പോൾ 90,000 ആണ് വിച്ച് ഹയർ വരിക. സോ ബാക്കിയുള്ളതാണ് നമ്മുടെ 112A പ്രകാരമുള്ള ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ അല്ലേ. അപ്പോൾ എത്ര വരിക? ദാറ്റ് കംസ് ടു ഹൗ മച്ച് എവരി വൺ? എത്രയാണ് നമ്മളെ ഓക്കെ നമ്മളുടെ അതിൽ നമ്മൾ ബ്രോക്കറേജ് കുറയ്ക്കാൻ മറന്നിട്ടുണ്ടോ? ബ്രോക്കറേജും കൂടെ കുറക്കണം. ഇപ്പോൾ കോസ്റ്റ് 90,000 വരിക. ഞാൻ കാണിച്ചത് പോലെ 90,000 ആണ് കോസ്റ്റ് വരിക. പക്ഷേ നമ്മൾ ബ്രോക്കറേജ് കുറയ്ക്കാൻ മറന്നിട്ടുണ്ട്. ബ്രോക്കറേജ് കുറയ്ക്കുക. അപ്പോൾ ദിസ് ഈസ് ദ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ. അപ്പോൾ നമുക്ക് ഇൻകം അണ്ടർ ക്യാപിറ്റൽ ഗെയിൻ കിട്ടി. ഇനി ഇൻകം ഫ്രം അതർ സോഴ്സ് അല്ലേ. ഇൻകം ഫ്രം അതർ സോഴ്സസ് ഉണ്ട്. അതെന്താ? ഹിയർ ഈസ് എ റോയാലിറ്റി ഓഫ് 2,88,000. പക്ഷെ നമുക്ക് 80 QQB RRB അതൊന്നും കിട്ടില്ല. കാരണം 115 BAC ആയതുകൊണ്ട് അതൊന്നും കിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് 2,80,000 അത് നമുക്ക് എക്സ്പെൻസ് കുറയ്ക്കാം. അപ്പോൾ പിന്നെ അത് നമ്മൾ കുറച്ചു. അപ്പോൾ നമുക്ക് ഇൻകം കിട്ടി. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ഇൻകം ടാക്സ് റീഫണ്ട്. ഇൻകം ടാക്സ് റീഫണ്ട് നമ്മുടെ ഇൻകം അല്ല, പക്ഷെ അതിൻ്റെ മേലെ ഇൻട്രസ്റ്റ് കിട്ടുകയാണെങ്കിൽ അത് ഇൻകമാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടി. ദാറ്റ്സ് ഇറ്റ്, ഈസി. പിന്നെ അത് നമുക്ക് ചാപ്റ്റർ 6 ഒന്നും കുറയ്ക്കാൻ പറ്റില്ല. കാരണം 115 BAC ആയതുകൊണ്ട് ഒന്നും കിട്ടില്ല. പിന്നെ ടാക്സ് കമ്പ്യൂട്ടേഷൻ നമ്മൾ എന്ത് ചെയ്യുക? സ്ലാബ് റേറ്റിൽ ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി. ഇതിൽ ഈ 112A ഉണ്ടല്ലോ, 112Aയും അതുപോലെ 111A ഉണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ കേസിൽ ഈ 111A കേസിൽ 15%, പിന്നെ 112Aക്ക് ടാക്സ് ഉണ്ടല്ലോ. കാരണം അപ് ടു 1 lakh നോ ടാക്സ്. ബാക്കിയുള്ളത് നമ്മൾ സ്ലാബ് റേറ്റ് ചെയ്യാം. അത് ഞാൻ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. പിന്നെ അപ്പോൾ നമ്മളുടെ 115 BAC പ്രകാരമുള്ള ടാക്സ് കമ്പ്യൂട്ടേഷൻ നമ്മൾ തീർത്തു അല്ലേ. ഇനി നമ്മളുടെ എന്താ പറയുക അടുത്തത് ഏതാണ്? നമ്മളുടെ 115 BAC കഴിഞ്ഞു. ഇനി റെഗുലർ. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടത്, ഒരിക്കലും ഇനി റെഗുലർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ ഫോർമാറ്റ് വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അവർ മാർക്ക് തരില്ല. ഓക്കെ, കാരണം മാർക്ക് തരില്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു വയസ്സായിട്ട് ഒരാൾ അങ്ങനെ ചെയ്യൂല. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, 115 BACയും റെഗുലറും തമ്മിൽ വ്യത്യാസം എന്താ? റെഗുലർ 115 BAC നോർമൽ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാം. ഒറ്റ കാര്യം, ചില എക്സ്പെൻസുകൾ, ചില ഡിഡക്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, 115 BAC കുറയ്ക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്താൽ മതി. ഇവിടെ നമുക്ക് കിട്ടിയ ഇൻകംസ് ഉണ്ടല്ലോ, ഈ ഇൻകത്തിൽ നിന്ന് ഇപ്പോൾ നമുക്കിവിടെ ടോട്ടൽ ഇൻകം കിട്ടിയില്ലേ, ഈ ടോട്ടൽ ഇൻകത്തിൽ നിന്ന് എന്ത് കുറച്ചാൽ മതി? 115 BAC പ്രകാരം കുറയ്ക്കാൻ പറ്റാത്തതും അതർ ഇൻകം അല്ലെങ്കിൽ നോർമൽ റെഗുലർ പ്രകാരം കുറയ്ക്കാൻ പറ്റുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ കുറച്ചാൽ മതി. അപ്പോഴേ നമുക്ക് കിട്ടും. അത്ര ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം, അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഗ്രോസ് ടോട്ടൽ ഇൻകം അണ്ടർ 115 BAC നമുക്ക് കിട്ടി 39 അല്ലേ, എത്രയായിരുന്നു? 39,09,830. അതാണ് നമ്മളുടെ എന്തുള്ളത് ആസ് പെർ. ഇനി എന്തൊക്കെ കുറയ്ക്കാൻ പറ്റും? നമുക്ക് എന്തെല്ലാം കുറയ്ക്കാൻ പറ്റിയില്ല? ഒന്നാമത്തെ കാര്യം നമുക്ക് കുറയ്ക്കാൻ പറ്റാത്ത കാര്യം എന്ന് വെച്ചാൽ, പിന്നെ നമ്മളുടെ HP-യിലേക്ക് വരുന്ന സമയത്ത് നമുക്കവിടെ ഇൻട്രസ്റ്റ് എമൗണ്ട് കുറയ്ക്കാൻ പറ്റിയില്ല. ഏതിൻ്റെ ഇൻട്രസ്റ്റ്? നമ്മളുടെ സെൽഫ് ഒക്കുപേഡ്. അപ്പോൾ 50,000 നമുക്ക് കുറയ്ക്കാൻ പറ്റിയില്ല അല്ലേ. 50,000 കുറയ്ക്കാൻ പറ്റില്ല, അത് കുറച്ചു. ഓക്കെ, പിന്നെ നമുക്ക് എന്തൊക്കെയാണ്? 10A അല്ലേ, നമുക്ക് എന്ത് കുറയ്ക്കാൻ പറ്റിയില്ല? നമ്മുടെ 10A കുറയ്ക്കാൻ പറ്റിയിട്ടില്ല. അത് എത്ര കുറയ്ക്കാൻ പറ്റിയ? നമ്മളുടെ ഇത് എത്രാമത്തെ വർഷമായിരിക്കും? 5ാമത്തെ വർഷമായിരിക്കും അല്ലേ. 2019-20 അല്ലേ തുടങ്ങിയത്. 19-20, 21, 22, 22, 23, 24, 5ാമത്തെ വർഷം. 5ാമത്തെ വർഷം എന്ന് പറയുമ്പോൾ നമുക്കറിയാം 100%. ഏതിന് 100%? എക്സ്പോർട്ട് പ്രോഫിറ്റിന് 100%. അതെങ്ങനെ എക്സ്പോർട്ട് പ്രോഫിറ്റ് ഉണ്ടത്? 35 lakh ഇൻറ്റു എത്രയാണ്? എക്സ്പോർട്ട് ടേൺ ഓവർ 120 ഡിവൈഡ് ബൈ ടോട്ടൽ ടേൺ ഓവർ 200. അപ്പോൾ 35 ഇൻറ്റു 120 എത്ര ഇടുക? 35 ഇൻറ്റു 120 ഡിവൈഡ് ബൈ 200 എത്ര ഇടും? 21 lakh ആണ് നമുക്ക് കിട്ടുക. 21 lakh. അപ്പോൾ നമുക്ക് 21 lakh മൈനസ് ചെയ്യാം. പിന്നെ നമുക്ക് അടുത്ത കിട്ടുക ചാപ്റ്റർ 6 കിട്ടും. ചാപ്റ്റർ 6 നമുക്ക് അവിടെ കിട്ടിയില്ല. ഏതൊക്കെ ചാപ്റ്റർ 6 ഉണ്ട്? നമ്മളുടെ 80C ഉണ്ട് അല്ലേ. അപ്പോൾ റീപേയ്മെൻറ്റ് ഓഫ് ഹൗസിംഗ് ലോൺ, ഞാൻ നേരത്തെ പറഞ്ഞു, റീപേയ്മെൻറ്റ് ഓഫ് ഹൗസിംഗ് ലോൺ കിട്ടും. PPF കിട്ടും. പിന്നെ 5 year ടേം ഡെപ്പോസിറ്റ്, അത് നമ്മുടെ സ്വന്തം പേരിലാണെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. നമ്മുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് സ്വന്തം പേരിലാണെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ, അത് കിട്ടില്ല. അപ്പോൾ ഏതായാലും നമുക്കറിയാം 2,35,000 ഉണ്ട്, പക്ഷേ നമുക്ക് 1,50,000 എടുക്കാൻ പറ്റുള്ളൂ, കാരണം 80Cയിൽ അത്രേ കിട്ടുള്ളൂ. പിന്നെ നമുക്ക് ഇവിടെ ഒരു മെഡിക്കൽ ഇൻഷുറൻസ് പോളിസിൻ്റെ മെഡിക്കൽ ഇവിടെ പറയുന്നുണ്ട്, ഹീ മെയ്ഡ് എ പേയ്മെൻറ്റ് ഓഫ് 90,000 towards medical insurance as a lump sum premium for himself and wife till 31/8/2027 ആണ്. He also made a cash payment of 7,500 towards preventive health checkup. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളുടെ പിന്നെ ഇതിൽ നമുക്ക് അപ്പോർഷൻ ചെയ്യണം. ഇത് ഫുള്ളായിട്ട് നമുക്ക് കിട്ടൂല കേട്ടോ. അതായത് നമ്മൾ ഏതുവരെ അവിടെയൊന്നും ഓക്കെ. അപ്പോൾ ഓക്കെ, എത്ര വർഷം വരെയാണ് നിൽക്കുന്നത്? 31/8/2021. നമ്മൾ എന്താണെടുത്ത് 1/9/2023 അല്ലേ. അപ്പോൾ എന്താണ് നമ്മൾ നോക്കുന്ന സമയത്ത് 2024, 25, 26 ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ ഈ കൊടുത്ത വർഷം ഉണ്ടല്ലോ, അത് ഒരു ഫുൾ വർഷമായിട്ട് കണക്കാക്കും. അപ്പോൾ 2023 നമ്മൾ എന്ത് ചെയ്തു? ഫുള്ളായിട്ട് എടുത്തു അല്ലേ. പിന്നെ ഉള്ളത്
പിന്നെന്താണ് 25, 26 1 സെക്കൻഡ് 2023 നമ്മൾ പേ ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മളത് 2023 to 24 നമ്മൾ എന്ത് ചെയ്യും, അതൊരു ഫുൾ ഇയർ ആയിട്ട് നമ്മൾ കണക്കാക്കും. പിന്നെ 25 ഉണ്ട്, 26 ഉണ്ട്, 23 24 നമ്മൾ ഇതാക്കി, 25, 26, 27 കറക്റ്റ്. ഓക്കെ, അപ്പോൾ എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ നമ്മളെന്നാ പേ ചെയ്തത് 1/9/2023 അല്ലേ, 1/9/2023. അപ്പോൾ 31/3/2024 ആകുമ്പോൾ ഒരു വർഷമായി. പിന്നെ 2024 to 25 രണ്ടാമത്തെ വർഷം, 25 to 26 അടുത്ത വർഷം, 25 to 26, പിന്നെ 26 to 27 ഒരു വർഷം, പിന്നെ 27 to 28 ഉണ്ട് അല്ലേ. അതായത് നമ്മൾ ഏതുവരെയാണ്, 31/8/2027 അല്ലേ. അപ്പോൾ 27 to 28 എന്ന് വെച്ചാൽ 1/4/2027 മുതൽ 31/7/2027 വരെ ഒരു വർഷമായിട്ട് കണക്കാക്കും. അപ്പോൾ നമ്മൾ ടോട്ടൽ എത്ര വർഷമുണ്ട്, 5 വർഷമുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ആ പോർഷൻ ചെയ്യുക കേട്ടോ, 5 വർഷമുണ്ട്. അപ്പോൾ നമ്മൾ ഈ 90,000 ഫുൾ എടുക്കാൻ പറ്റില്ല, 90,000 ഡിവൈഡഡ് ബൈ 5 അപ്പോൾ എത്രയാണ്, 18,000 പ്ലസ് 7,500 5,000 എടുക്കാൻ പറ്റും. ഹെൽത്ത് ചെക്കപ്പിന് 5,000. അപ്പോൾ നമുക്ക് ടോട്ടൽ 23,000 ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, നമ്മളുടെ മെഡിക്കൽ ഇൻഷുറൻസ് ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുക. പിന്നെ നമ്മുടെ റോയൽറ്റി 80 QQB പ്രകാരം നമുക്ക് എന്ത് കിട്ടും, റോയൽറ്റി കിട്ടും. അപ്പോൾ പിന്നെ റോയൽറ്റി എത്രയാണ്, റോയൽറ്റി എത്ര കിട്ടും നമുക്ക്, 2,10,000. അപ്പോൾ റോയൽറ്റി എമൗണ്ട് എത്രയാണ് everyone, 2,88,000 ആണ് റോയൽറ്റി ബൈ ഹിം. തന്നെ ദ റേറ്റ് ഓഫ് റോയൽറ്റി ആസ് എ പെർസെൻറ്റേജ് ഓഫ് വാല്യൂ ഇസ് എത്രയാണ്, 16% ഓഫ് ദി വാല്യൂ ബുക്സ് ആൻഡ് എക്സ്പെൻഡിച്ചർ മെയ്ഡ് 40,000. ദ എമൗണ്ട് റെമിറ്റഡ് ടു ഇന്ത്യ എത്രയാണ്, 2,50,000 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും നമ്മൾ റെമിറ്റ് ചെയ്ത എമൗണ്ട് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യുന്ന സമയത്ത് റെസ്ട്രിക്റ്റ് ബ്രോട്ട് ഇന്ത്യ കൺവേർട്ടബിൾ ഫോർ 2,50,000 അതായത് നമുക്ക് എത്രയാണോ ഇന്ത്യയിലേക്ക് നമ്മൾ റെമിറ്റ് ചെയ്തത് അത്ര മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. പക്ഷേ ഈ 2,50,000 ഫുള്ളായിട്ട് കിട്ടൂല. കാരണം 2,50,000 ഫുള്ളായിട്ട് കിട്ടൂല. എന്താ കാരണം വെച്ചാൽ നമ്മുടെ എക്സ്പെൻസ് ഓൾറെഡി ക്ലെയിം ചെയ്തില്ലേ. നമ്മൾ ഇവിടെ ഇൻകം കണ്ടെത്തിയ സമയത്ത്, എവിടെ ഇൻകം കണ്ടെത്തിയ സമയത്ത് ഇവിടെ റോയൽറ്റി ഇൻകം കണ്ടെത്തിയില്ലേ, അവിടെ നമ്മൾ എക്സ്പെൻസ് കുറച്ചു. അപ്പോൾ അവിടെ അതിന് വീണ്ടും നമുക്ക് എന്ത് കിട്ടില്ല, നമുക്ക് പിന്നെ ഇത് കിട്ടില്ല, റിഡക്ഷൻ കിട്ടില്ല. അപ്പോൾ നമ്മൾ 2,50,000 മൈനസ് എക്സ്പെൻസ് ക്ലെയിം ഉണ്ട്. അപ്പോൾ നമുക്ക് എത്ര 80 QQB എത്ര കിട്ടുക, 2,10,000 ആണ് നമുക്ക് ഇത് കിട്ടുക അല്ലേ. അപ്പോൾ നമ്മളത് കുറച്ചു. ഇപ്പോൾ ബാക്കിയുള്ളത് നമ്മളുടെ ടോട്ടൽ ഇൻകം, അത് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യുക, അതിന് മേലെ നമ്മൾ ടാക്സ് കണ്ടെത്തുക. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളാണ്. അപ്പോൾ നിങ്ങളോട് 115 BACയും അതർ ഇൻകം ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ആദ്യം 115 BAC ചെയ്യുക. എന്നിട്ട് അതർ ഇൻകം ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യരുത്, വീണ്ടും ഒരു ഫോർമാറ്റ് വരച്ചിട്ട് ഫുള്ളായിട്ട് ചെയ്യരുത്. ഒറ്റ കാര്യം ചെയ്താൽ മതി, നമ്മൾ 115 BACയിൽ കിട്ടാത്ത ഏതൊക്കെ റിഡക്ഷൻസ് ഉണ്ട് അഡീഷണൽ, അത് മാത്രം കുറച്ചാൽ മതി. ആ ടോട്ടൽ ഇൻകം അത് മാത്രം കുറച്ച് നമുക്ക് എന്ത് കിട്ടും, റെഗുലർ ഇൻകം കിട്ടും. അത്ര മാത്രമേ ഉള്ളൂ, അത് മാത്രം ചെയ്താൽ മതി. അത് വേറെ എക്സ്ട്രാ വീണ്ടും ഒരു എഫേർട്ട് ഇട്ടാണ്ട് ഫുള്ളായിട്ട് ചെയ്യാൻ നിൽക്കരുത്. ഒന്ന് ടൈം വേസ്റ്റിംഗ് ആണ്. പിന്നെ എക്സാമിനർക്ക് കാണുമ്പോഴേ മനസ്സിലാവും ഈ ചങ്ങായിക്ക് ഫുൾ ഐഡിയ അല്ല എന്ന് മനസ്സിലാവും. അപ്പോൾ അത് ഒന്ന് എന്ത് ചെയ്യുക, ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ അത്രേ മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഏതായാലും എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യു ക്യാൻ ഷെയർ. ഫൈൻ. അപ്പോൾ ഏതായാലും നമ്മളുടെ RTP ഡിസ്കഷൻ ഇവിടെ തീരുകയാണ്. അപ്പോൾ നമ്മളുടെ GST RTP നമ്മൾ തീർത്തു, ഇൻകം ടാക്സ് RTP നമ്മൾ തീർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ എന്നെ അറിയിക്കുക. താഴെ കമൻറ്റ് സെക്ഷനിൽ അറിയിച്ചാൽ മതി. പിന്നെ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഇത് ഷെയർ ചെയ്യുക. കാരണം അവർക്കും അതിൻ്റെ ബെനിഫിറ്റ് എടുക്കാൻ പറ്റും. സോ താങ്ക് യു വെരി മച്ച്. Bye. And for more GST and income tax related video, do subscribe. Okay.